ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞതാണ് ആ തീരുമാനം പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഈ തീരുമാനം പിൻവലിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു ഏറ്റവും ഉചിതം. നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഓരോ തീരുമാനവും സ്വീകരിക്കുന്ന ഓരോ നടപടിയും അങ്ങേയറ്റം ഔചിത്യം നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് നീക്കാൻ. സർക്കാരിൻ്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ല. സന്ദർഭവശാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിനെ പോലെ ഇത്രയേറെ ജനപിന്തുണ വന്ന് നിലവിൽ വന്ന ഗവൺമെൻറ്റുകൾ വളരെ വിരളമാണ്. അതുകൊണ്ടൊരു മാതൃകാ ഗവൺമെൻറ്റായി ഇത് പ്രവർത്തിക്കപ്പെടുത്തിയെന്നാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ തീരുമാനം സുതാര്യത നിലനിർത്തി നേരെ ചൊവ്വേ കാര്യങ്ങൾ ജനങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു കാരണവശാലും പിൻവാതിൽ നടപടികളില്ലാതെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കേണ്ടിയിരുന്നു. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇനിയെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇത് ഒഴിവാക്കിക്കൊണ്ട് നടപടി സ്വീകരിച്ച് സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഏറ്റവും ഉചിതം. ഇനി അതിന് വൈകരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അല്ല, അത് തന്നെയാണ് ഞാൻ അതൊന്നും തിരക്ക് പിടിക്കുന്നില്ല. വളരെ സാവകാശം. ഇപ്പോൾ ബജറ്റിൻ്റെ പ്രശ്നമായിരുന്നല്ലോ. ബജറ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ലളിതമായ കാര്യമല്ല, ഗ്രഹപാഠം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് പൊതുവിഷയങ്ങളിൽ നേരത്തെ ഞാൻ ചെയ്യുന്നത്, നേരത്തെ മുതൽ ഞാൻ ഇടപെട്ട വിഷയങ്ങളിൽ ഫോളോ അപ്പ് നടത്തുകയാണ്. അല്ലാതെ പുതിയ വിഷയങ്ങളില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു വന്ന ഒരു വിഷയവും പുതിയ വിഷയമല്ല. അതുകൊണ്ട് നേരത്തെ നടത്തിയ ഒരു പോരാട്ടം അല്ലെങ്കിൽ നേരത്തെ നടത്തിയ ഒരു നിലപാടെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത്രയധികം ബാറുകൾ പൂട്ടാൻ ഇടയാക്കിയ ഒരു കാരണം, ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അങ്ങയുടെ നിലപാട് കൂടിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ വിഷയം മദ്യനയം സംബന്ധിച്ച് UDF ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ബാറുകളുടെ എണ്ണം കുറയ്ക്കണം എന്നൊരു നിലപാടിലേക്ക് കൂടി താങ്കൾ പോകും? അല്ല, കേരളത്തിലെ UDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ ഉറപ്പതാണ്. ഞാനൊന്ന് വായിക്കാത്. അതായത് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതരമായ വിപത്തായി മാറിയ സാഹചര്യത്തിൽ കേരളത്തെ ഈ മാരക വിപത്തിൽ നിന്നും മുക്തമാക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തി ശക്തവും ഫലപ്രദവുമായ നയങ്ങളും കർമ്മപദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കും. ഇത് കേരളത്തിലെ UDF ഇലക്ഷൻ മാനിഫെസ്റ്റോയാണ്. ഈ മാനിഫെസ്റ്റോയെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ നടപടിയും മുന്നോട്ട് നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. മുന്നോട്ട് നീങ്ങുക തന്നെ വേണം. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ 4ാമത്തെ പദ്ധതിയിൽ നിന്ന് തീരും തന്നെ അറിഞ്ഞിട്ടില്ല, എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഏകപക്ഷീയമായ തീരുമാനം, അത് കേവലം നിങ്ങൾ ഉയർത്തിയിരുന്നത് പിണറായി ഏകാധിപതിയാണെന്നാണ്. സമാനമായ രീതിയിലേക്ക് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഞാനിപ്പോൾ അതേക്കുറിച്ച് പറയുന്നില്ല, കാരണം ഇഷ്ടംപോലെ സമയമുണ്ട്. പല കാര്യങ്ങളും തിരുത്തിയിട്ടുണ്ട്. പിണറായി പോലെ ഒട്ടും തിരുത്താത്തൊരു മനസ്സല്ല അദ്ദേഹത്തിന്. ആരും ചോദ്യം ചെയ്യാനില്ലാത്തൊരവസ്ഥയല്ല അദ്ദേഹത്തിന്. കോൺഗ്രസ് പാർട്ടിയിലൊക്കെ ജനാധിപത്യ സംവിധാനമാണ്, UDF ജനാധിപത്യ സംവിധാനമാണ്. ആവശ്യമായ ചർച്ചകളും തിരുത്തലുകളൊക്കെ അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും സതീശനെ പോലെ മിടുക്കനായ ഒരു മുഖ്യമന്ത്രി, യുവതലമുറയുടെ ഹൃദയവികാരങ്ങൾ ഉൾക്കൊള്ളുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു പാളിച്ചയും കൂടാതെ പെർഫെക്റ്റായി നല്ല രീതിയിൽ കേരളത്തെ നയിക്കണം. തെരഞ്ഞെടുപ്പ് രംഗത്ത് പറഞ്ഞ ജനങ്ങളോട് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കണം. ജനങ്ങളുടെ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടാകുമ്പോൾ അത് ഫലപ്രദമായ രീതിയിൽ അതിന് പ്രതിവിധി കണ്ടുപിടിച്ചുകൊണ്ട് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് UDF കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ഒരു കോർ കമ്മിറ്റി വേണമെന്നൊരു ആവശ്യം അല്ല, കോർ കമ്മിറ്റി നിലവിലുണ്ട് ഇപ്പോൾ. അല്ല, അതിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒന്നാമത് ഇപ്പോൾ KPCC സംവിധാനം ഇനി പ്രസിഡന്റ് മിസ്റ്റർ സണ്ണി ജോസഫ് മന്ത്രിയായതിനെ തുടർന്ന് രാജിവെക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കേരളത്തിന് ഒരു KPCC പ്രസിഡന്റ് ഉണ്ടാകട്ടെ. ആ നടപടി ഹൈക്കമാൻഡ് എത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ. അതുവഴി പാർട്ടി സംവിധാനം പഴയ കാലം പോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി
ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതെ കരുതലോടുകൂടി നമ്മുടെ ഗവൺമെൻറ്റിനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് കരുത്ത് പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതാണ് ഒരു പ്രതിസന്ധിക്ക്. അല്ല, അങ്ങനെയൊന്നുമില്ല. പാർട്ടി നേതൃത്വം വളരെ കരുത്താണ്. പാർട്ടി നേതൃത്വം ശക്തമായ തീരുമാനമെടുക്കാൻ ഒരിക്കലും പഠിച്ചിട്ടില്ല. ഏതായാലും ഞാനിപ്പോൾ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ തമ്മിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ കമ്പനികൾക്ക് അത് കോടതിയിൽ അത് ഞാൻ പറഞ്ഞു, ബജറ്റ് ഇതുവരെ പാസ്സായിട്ടില്ലല്ലോ. ഇത് ഫിനാൻസ് ബില്ല് വരണം, അപ്രോപ്രിയേഷൻ നടപടികൾ വേണം, നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാവുന്ന ഗവൺമെൻറ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറയുന്ന, അതായത് സമൂഹത്തിന് വിപൽക്കരമായി മാറിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആപൽക്കരമായ വ്യാപനം, അതിൽ നിന്നും കേരളത്തെ മുക്തമാക്കുന്നതിന് കഴിയാവുന്ന രീതിയിൽ കർമ്മ പദ്ധതികളും നയങ്ങളും ആവിഷ്കരിക്കും എന്ന് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പ് പാലിക്കുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക പ്രധാനമാണ്. ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കേരള പോലീസിനെയും അഭിനന്ദിക്കുകയാണ്. കാരണം ആ രീതിയിൽ തന്നെ എക്സൈസ് വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ഈ പ്രശ്നമെന്ന് പറയുന്നത് മദ്യവ്യാപനം, മയക്കുമരുന്ന് വ്യാപനമൊക്കെ, അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. എക്സൈസ് വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസും ആരോഗ്യ വകുപ്പും ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വകുപ്പ്, ഇവരെല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് സ്കൂളുകൾ, കോളേജുകൾ, പഞ്ചായത്ത് തലങ്ങളിൽ, നഗരസഭാ തലങ്ങളിലൊക്കെ ലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ കുട്ടികൾ, ഒരു കുട്ടി പോലും ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത രീതിയിൽ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ലഹരി മരുന്നിനെതിരെയുള്ള ശക്തമായ ശ്രമം നടക്കുന്നുണ്ട്. ലഹരി എന്ന് പറയുമ്പോൾ മദ്യത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു ലഹരിയില്ല. മദ്യവും മയക്കുമരുന്നൊക്കെ ഒരേ ഗണത്തിൽപ്പെടുന്നതാണ്. ഏതാണ് കൂടുതൽ ആപൽക്കരം? നമുക്കറിയാം, മദ്യപാനം മൂലവും അച്ഛനെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അച്ഛൻ, അമ്മയെ കൊല്ലുന്ന മകൻ, എത്രയോ ക്രിമിനൽ കുറ്റങ്ങൾ വ്യാപകമായതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ലഹരി വ്യാപനമാണ്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ മദ്യത്തിനെതിരായിട്ടുള്ള, മദ്യവ്യാപനത്തിനും അതിൻ്റെ കൺസംഷനും എതിരായിട്ടുള്ള ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ അപരനെ ഇറക്കി, അപരൻ 8500 വോട്ട് പിടിച്ചു. 1050 വോട്ടിലാണ് അന്ന് ഞാൻ പരാജയപ്പെട്ടത്. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നുണ്ട് അദ്ദേഹമാണ് എന്നെ തോൽപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയില്ല. എന്താ അറിയോ, 98-ൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജില്ലാ സമ്മേളനം ആലപ്പുഴ വിളിച്ചു കൂട്ടി. ഞാനൊരിക്കലും, കാരണം എനിക്ക് അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് നേരത്തെ പറഞ്ഞതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ, ആശയങ്ങൾ, സന്ദേശങ്ങൾ ജനമധ്യത്തിൽ എത്തിക്കുന്നതിന് രൂപീകൃതമായ പ്രസ്ഥാനമാണ് SNDP യോഗം. ആ പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീനാരായണ ഗുരു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ്, അതിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഏതെല്ലാം കാര്യങ്ങളെ സൗമ്യമായ ഭാഷയിൽ ഗുരു വിയോജിച്ചിട്ടുണ്ടോ അതാണ് നടപ്പാക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മങ്ങൾ തകർത്തുകൊണ്ട് അതിനൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഈ പദവി ഉപയോഗിക്കുന്നത് തൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് മറിയിടാൻ വേണ്ടിയാണ്. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മകൻ അങ്ങോട്ട് വിട്ടു, സംസ്ഥാന ഗവൺമെൻറ്റിനെ അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്തു. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഏതായാലും എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ പരാജയത്തിൻ്റെ പ്രധാന കാരണം വെള്ളാപ്പള്ളി കൂടിയാണ്. മറ്റ് കാരണങ്ങളോടൊപ്പം തന്നെ ഇതും പ്രധാന കാരണമാണ്. അതുകൊണ്ട് ഇനി വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഒരു ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാണിത്. അവസാനമായിട്ടേ, അപ്പോൾ ഈ ബിന്ദുകൃഷ്ണനോട് എന്താ VM-ന് പറയാനുള്ളത്? പോയി കുമ്പിടാണ്. അല്ല, ഞാൻ നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം.
അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അവരുടെ കാര്യങ്ങളൊക്കെ അവർ സ്വയം തീരുമാനിക്കും. തിരുത്തേണ്ടത് എല്ലാവരും തിരുത്തും. ഒരു കാരണവശാലും വെള്ളാപ്പള്ളി സമൂഹത്തിനൊരു ബാധ്യതയാണ്. ഏത് മുന്നണിയെ സപ്പോർട്ട് ചെയ്താലും ആ മുന്നണിക്കൊരു ബാധ്യതയാണ് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്നെ തോൽപ്പിച്ചതുകൊണ്ടാണ് എന്നോട് വിരോധം എന്നുള്ളതല്ല. അത് എന്നെ തോൽപ്പിക്കാൻ പരസ്യമായി ഇറങ്ങിയ കാലത്ത് നല്ല ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. അദ്ദേഹം ആരെ പിന്തുണയ്ക്കുന്നോ അവൻ്റെ കഷ്ടകാലമാണ്. ഹിന്ദുകൃഷ്ണനോടാണ് പറയുന്നത്. അദ്ദേഹം ആരെ പിന്തുണയ്ക്കുന്നുവോ അവരുടെ കഷ്ടകാലമാണ്. മറിച്ച് അദ്ദേഹം ആരെ എതിർക്കുന്നുവോ അത് പുറത്ത് രഹസ്യമായിട്ടല്ല പരസ്യമായി എതിർത്താൽ അവർക്ക് നല്ല കാലം വരുന്നു എന്നാണ് വിചാരിക്കുന്നത്. അല്ല അതല്ല, ഇത് ഞാൻ വെള്ളാപ്പള്ളി സമൂഹത്തിന് ശ്രീനാരായണ സമൂഹത്തിന് തന്നെ അപമാനമാണ് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്.